ഹായ് ഹലോ എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സിലെ സിലബസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു 20 ക്വസ്റ്റ്യൻസോളം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടുവരാറുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സിലബസ് വൈസ് ആയിട്ട് പഠിച്ചു പോയാൽ എല്ലാവർക്കും 20 ഔട്ട് ഓഫ് 20 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് PSC മാത്സിൽ വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള LCM ആൻഡ് HCF ആണ്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് പക്ഷേ PSCയിൽ വരുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് LCMഉം HCFഉം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ചില ടിപ്സുകളും ട്രിക്കുകളും പിന്നെ കുറച്ച് ഫോർമുലാസും യൂസ് ചെയ്ത് ഒരു 10-12 പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ എടുക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ എല്ലാവരും മാത്സ് ആണ് എന്ന് കരുതി കുറച്ച് ടെൻഷനൊക്കെ ഒഴിവാക്കി നമ്മളുടെ നെർവസ്നെസ് ഒക്കെ ഒഴിവാക്കി നല്ല കോൺഫിഡൻസോടുകൂടി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് ഓരോ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരുന്ന് എല്ലാ പ്രോബ്ലംസും സോൾവ് ഔട്ട് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഈ മാത്സ് എന്നുള്ള ഒരു പേടിയെ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിക്കിട്ടും. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യുക, അതാണ് ഫസ്റ്റ് വേണ്ടുന്നത്. പിന്നീട് എല്ലാ ക്വസ്റ്റ്യൻസിനെയും ടെൻഷൻ ഫ്രീ ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റെഗുലർലി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു PSCയുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളൊരു PYQs തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു നമ്പേഴ്സും ഒരു ഫോമാറ്റും ഒക്കെ മാറിയാണ് ചോദിച്ചു വരുന്നത്. സോ എല്ലാവരും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തറോ പ്രാക്ടീസ് വഴി നമ്മളുടെ സ്പീഡും ആ ഒരു ഓരോ ക്വസ്റ്റ്യൻസിനോട് അപ്രോച്ച് ചെയ്യുന്ന നമ്മളുടെ മൈൻഡ് സെറ്റും എല്ലാം 100% ഓക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അതിനോടൊപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണവും വിഷ് ചെയ്യുന്നു. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ചിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ LCM ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. കുറച്ച് നമ്പേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു LCM കണ്ടുപിടിക്കുന്നതിന് ചില ടിപ്സുകളുണ്ട്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില ടിപ്സുകളുണ്ട്. അപ്പം ചെറിയ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം. പക്ഷേ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മൾ സാധാരണയായിട്ട് സോൾവ് ചെയ്യുന്ന ആ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡൊക്കെ ഇല്ലേ, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തോണം. ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3യും 18ൻ്റെയും LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് LCM? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ലസാഗു എന്നാണ് LCMൻ്റെ മീനിങ് വരുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3ഉം 18ഉം. ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസും നോക്കിക്കഴിഞ്ഞിട്ട് ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 18 ആണ്. 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 3ഉം 18ഉം ഉണ്ട്. അതിലെ വലിയ നമ്പർ ഏതാണ്? 18 ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 18 എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ നമ്പറായ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെ, 3യുടെ ടേബിളിൽ 18 ഉണ്ട്, അല്ലെങ്കിൽ 18നെ നമ്മൾക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത ഒരു ആൻസർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പറ്റുമല്ലോ. 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? 18 കിട്ടുന്നത്. അല്ലെങ്കിൽ 18നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് 6 കിട്ടും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറായ 3യുടെ മൾട്ടിപ്പിൾ ആണ് 18. അങ്ങനെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ആ ബിഗ് നമ്പർ ആയിരിക്കും അവിടുത്തെ LCM.
ഓക്കെ ആണോ? അപ്പൊ ഇവിടുത്തെ LCM എത്രയാണ്? 18 ആണ് ഇവിടുത്തെ LCM. കാരണം ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പറായ 18 ആണ് LCM. കാരണം 3 എന്ന് പറയുന്ന സ്മോൾ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് 18. അങ്ങനെ 3യുടെ മൾട്ടിപ്പിൾ ആണ് 18 എങ്കിൽ അവിടുത്തെ LCM എന്താണ്? ആ വലിയ നമ്പറായ 18 ആണ്, അഥവാ 18 ആണ്. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12ഉം 36ഉം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 12ഉം 36ഉം. ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്? 36 ആണ്. 36 ആണ് ഇവിടുത്തെ വലിയ നമ്പർ. ചെറിയ നമ്പർ ഏതാണ്? 12, 12 ആണ്. ഇനി ചെക്ക് ചെയ്യുക, 12ന്റെ മൾട്ടിപ്പിൾ ആണോ 36? മൾട്ടിപ്പിൾ ഗുണിതമാണോ 36 നോക്കുക. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗുണിതമാണോ 36 എന്ന് നോക്കുക. അതെ, 12 × 3 ആണ് 36. മനസ്സിലായോ? 12 × 3 ആണ് 36. അതായത് 12ന്റെ മൾട്ടിപ്പിൾ ആണ് 36, ഗുണിതമാണ് 36. സോ അങ്ങനെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ നമ്പറായ 36 ആണ് എന്ത്? LCM എന്ന് പറയുന്നത്. ഇവിടുത്തെ LCM എത്രയാണ്? 36 ആണ് ഇവിടുത്തെ LCM. ഓക്കെ അല്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുക, ആ തന്നിരിക്കുന്ന ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വലിയ നമ്പറിനെ LCM എഴുതാം. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. ഇനി വേറൊരു ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് 4ഉം 6ഉം. 4ഉം 6ഉം. പക്ഷെ ഇവിടെ നോക്കിക്കേ, 4 എന്ന് പറയുന്നത് ചെറിയ നമ്പർ, 6 എന്ന് പറയുന്നത് വലിയ നമ്പറാണ്. പക്ഷേ ഈ 4 എന്ന് പറയുന്ന ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ അല്ല 6. മനസ്സിലായോ? 4 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ അല്ല 6. അപ്പൊ ആ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ നമ്പർ ഏതായിരുന്നു? 6. അപ്പം ആ 6ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക. 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 12. 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 12. 6 × 2 12. അടുത്ത മൾട്ടിപ്പിൾ എടുത്തു. ഇനി ഈ മൾട്ടിപ്പിൾ ആയ 12 എന്ന് പറയുന്ന നമ്പർ, ഈ മൾട്ടിപ്പിൾ ആയ 12 എന്ന് പറയുന്ന നമ്പറിനെ 4 എന്ന് പറയുന്ന നമ്പറിനെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ലെവൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. 12. ഈ 12 എന്ന് പറയുന്നത് ഈ 4 എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെ, നോക്കിക്കേ, സിമ്പിൾ. 4 × 3 എത്രയാണ്? 12. 4 3s are 12. 12. 4 × 3 12 ആണ്. അതെ, 4ന്റെ മൾട്ടിപ്പിൾ ആണ് 12. സോ അപ്പൊ അവിടുത്തെ LCM എത്രയാണ്? 12 ആണ് LCM. കാരണം LCM 12 ആണ്. മനസ്സിലായോ? എന്താണ്? 4ഉം 6ഉം രണ്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. 6 ആയിരുന്നു അവിടുത്തെ വലിയ നമ്പർ, പക്ഷേ 4ന്റെ മൾട്ടിപ്പിൾ അല്ല 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6ന്റെ തൊട്ടടുത്ത ഗുണിതം മൾട്ടിപ്പിൾ എടുത്തു, അതായത് 12. 12 വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 12, അതായത് 4 × 3 ആണ് 12. അപ്പം 12 വന്നതുകൊണ്ട് നമ്മളുടെ LCM എത്രയാണ്? 12 കിട്ടി. 12 ആണ് ഇവിടുത്തെ LCM. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നോർമൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം. ഇങ്ങനെയല്ല LCM നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഇട്ടു 2. 4 × 2 2 വന്ന് വെട്ടി. ഇവിടെ 3. നോക്കിക്കേ, LCM എത്ര ഇവിടെ വരും? ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. 2 × 2 × 3 എത്രയാണ്? 4 × 3 എത്ര വന്നു? 12. കണ്ടില്ലേ? എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന കേസിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള മെത്തേഡ്, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു മനസ്സിലാവും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നോർമലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡില്ലേ, അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. സംശയം വരുന്ന കേസിൽ, അല്ലാതെ അതും ചെക്ക് ചെയ്ത് PSCയുടെ എക്സാമിന് ഇരിക്കുമ്പോൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. വളരെ വലിയ നമ്പേഴ്സ് വരുന്ന കേസിൽ നമ്മൾ റിസ്ക് എടുക്കണ്ട. പെട്ടെന്ന് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ എടുത്ത് പോകാൻ പറ്റാത്ത ഒരു വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ സോ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അങ്ങ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് വരുന്നത് നോക്കി. ഇനി നമുക്ക് 3 നമ്പേഴ്സ് വരുന്നത് നോക്കാം. 3 നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 10, 20. 5, 10, 20. ഇതും ഇതേപോലെ തന്നെ 3 നമ്പേഴ്സ് വന്നേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 20. 20. നേരത്തെ ഒരു നമ്പർ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇനി 2 നമ്പേഴ്സും കൂടെ ചെക്ക് ചെയ്യാം.
ഫസ്റ്റ് 5. 5ന്റെ മൾട്ടിപ്പിൾ ആണോ 20? അതെ, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 20. 5 into 4 അല്ലേ 20. അതുപോലെ 10ന്റെ മൾട്ടിപ്പിൾ ആണോ 20? അതെ, 10 into 2 അല്ലേ 20. അപ്പൊ ഡെഫിനറ്റ്ലി അവിടുത്തെ LCM എന്തായിരിക്കും? 20 ആണ് LCM. സിമ്പിൾ ആണ്, സിമ്പിൾ അല്ലേ? മറ്റേതെല്ലാം വരച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല ജസ്റ്റ് ഒരു ലോജിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്പിൾസ് അറിയാവുന്ന നമ്പേഴ്സാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്പിൾ മൈൻഡിൽ വരണമെന്നില്ല. അപ്പോഴാണ് മറ്റേ ആ ഒരു നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ? ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇവിടുത്തെ LCM 20 തന്നെ ആണോ എന്ന്? സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്താ ചെയ്യണ്ടേ? മറ്റേ മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് നമ്പർ തന്നെ എടുക്കാം. 5 അതുപോലെ ഇരിക്കട്ടെ. ഇവിടെ 5 വന്നു, 10. ഇനി നമ്മളൊന്ന് 5 എടുത്ത് ചെയ്ത് നോക്കിയേ. 1 1 2. എത്രയാണ് LCM? 2 into 5 into 2, 10 into 2, 20 അല്ലേ LCM? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടുത്തെ LCM എത്രയാണ്? 20. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 6 12. ട്രിക്സ് മനസ്സിലാവാൻ വേണ്ടിയാണ് സിമ്പിൾ നമ്പേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്? 12. 3 നമ്പേഴ്സ് തന്നു, സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്? 12. ഇനി നോക്കിക്കേ, 3 എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്പിൾ ആണോ 12? അതെ, 3 into 4 ആണ് 12. അതുപോലെ 6ന്റെ മൾട്ടിപ്പിൾ ആണോ 12 എന്ന് നോക്കിയേ. 6 into 2 ആണ് 12. എന്ത് ഈസി അല്ലേ? നോക്കിയേ, 12 രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ആണ് 12. അപ്പൊ എന്താണ്? 12 ആണ് ഇവിടുത്തെ LCM വന്നിരിക്കുന്നത്. മനസ്സിലായോ? LCM എന്ന് പറയുന്നത് വലിയ നമ്പറായ 12 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ ഒരിതും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്താണ്? ഇപ്പം ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഞാനിടാം. ഈ 3 6 12ന് പകരം ഒരു 3 8 പിന്നെ 12 കൊടുക്കാം. ഓക്കെ, 3 8 12. ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്? 12 ആണ്. ഇവിടുത്തെ വലിയ നമ്പർ 12 ആണ്. ഈ 12 എന്ന് പറയുന്നതിൻ്റെ 2 നമ്പേഴ്സ് ഉണ്ട്. 3യുടെ മൾട്ടിപ്പിൾ ആണ് 12 ആണല്ലോ. 3യുടെ മൾട്ടിപ്പിൾ ആണ് 12. പക്ഷേ 8ന്റെ മൾട്ടിപ്പിൾ അല്ല 12. അപ്പം ഒരാൾക്ക് മൾട്ടിപ്പിൾ ഉണ്ട്, മറ്റേ ആൾക്ക് മൾട്ടിപ്പിൾ ഇല്ല ഈ ഒരു കേസിൽ. അപ്പം നമ്മൾ അതും ഒരാൾക്ക് മാത്രം ആ മൾട്ടിപ്പിൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നവരെ ഒരേപോലെ 2 നമ്പേഴ്സിനെ ഒരേപോലെ കാണണം. അപ്പം ഈ 12ന്റെ അടുത്ത മൾട്ടിപ്പിളായ 24 എടുത്തു. 12 into 2 അല്ലേ 24. 24ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 24ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ്. സോറി 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ് 24. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുക. ഈ 24 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? അതെ, 3 into 8 ആണ് 24. 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 into 3 ആണ് 24. അപ്പൊ എന്താ LCM? LCM 24 ആണ്. നമ്മൾ ഈ 2 നമ്പേഴ്സിന്റെ പറഞ്ഞില്ലേ 4ഉം 6ഉം. 3 നമ്പേഴ്സ് വന്നാലും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഒരു കേസിൽ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് സംശയമാണെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ 2 കൊടുത്തു, 3 അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതി. 4 6. ഇനി വീണ്ടും 2 കൊടുത്ത് നമുക്ക് ചെയ്യാം. 3 അതുപോലെ തന്നെ ഇട്ടു. 2 3 വന്നു. ഇനി നമ്മൾ 3 എടുത്തു. 1 2 1. നോക്കിയേ, 2 into 2 4. 4 into 3 12. 12 into 2 24. മനസ്സിലായല്ലേ? അപ്പൊ ഇതാണ് LCM കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ട്രിക്കുകളൊക്കെ നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വരും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. അതാണ് ഇപ്പൊ ഈ ഒരു ട്രിക്സ് പഠിപ്പിച്ചതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് HCF കണ്ടുപിടിക്കാം. അപ്പൊ LCMഉം HCFഉം കൂടെ ഒരുപോലെ പഠിച്ചു പോവുക. എങ്കിലാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസും ഇത് രണ്ടും കൂടെ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ LCM കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്സ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ ഇടുക, നമ്മൾക്കത് ചെക്ക് ചെയ്തിട്ട് പിന്നീട് നോക്കാം. ഇനി HCF എന്താണ്? HCF അപ്പൊ LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതൊരു മൾട്ടിപ്പിൾ ഗുണിതങ്ങളുടെ കളിയാണെങ്കിൽ ഇവിടെ HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ ഫാക്ടേഴ്സ് ആണ്, അതായത് ഘടകങ്ങളാണ്. ഹയസ്റ്റ്
കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ഉസാഗ എന്ന് പറയും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഘടകങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഉസാഗ. ഇനി ഇവിടെ രണ്ട് നമ്പേഴ്സ് ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 5ഉം 10ഉം. 5ഉം 10ഉമാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് LCMൽ നമ്മൾ മൾട്ടിപ്പിൾ ആണ് ചെക്ക് ചെയ്തെങ്കിൽ ഇവിടെ HCFൽ നമ്മൾ നോക്കേണ്ടത് ഫാക്ടേഴ്സ് ആണ്. അതായത് ഇവിടുത്തെ ചെറിയ നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. ചെറിയ നമ്പറാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഇവിടുത്തെ ചെറിയ നമ്പർ ഏതാണ്? 5. ഈ 5 എന്ന് പറയുന്നത് ഈ വലിയ നമ്പറായ 10ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. അതായത് ഘടകമാണോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കിക്കേ, 10ന്റെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാൽ 1 × 10 എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് വരണമെന്ന് പറഞ്ഞാൽ 2 × 5 10 ആണ്. അതെ, ഈ പറഞ്ഞിരിക്കുന്ന 10ന്റെ ഒരു ഫാക്ടർ ആണ് എന്ത്? 5. നോക്കിക്കോണം, 10 എന്ന് പറയുന്ന വലിയ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന 5 ഫാക്ടർ ആണ്. കാരണം 2 × 5 ആണ് 10. അതായത് 5 എന്ന് പറയുന്നത് 10ന്റെ ഒരു ഫാക്ടർ ആണ്. സോ ഡെഫിനറ്റ്ലി ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വരുന്ന HCF എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇനി നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സാധാരണ നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വരച്ചു, 5നെ 5 കൊണ്ട് തന്നെ അങ്ങ് ചെയ്തു. 5ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 × 5 ആണ്. ഇനി നമ്മൾ നോക്കി 10 എടുത്തു, 10നെ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു, 2 കൊടുത്തു, 5 ചെയ്തു, 5 1 വരെ വരുന്നിടം വരെ നമ്മൾ ചെയ്യണം. സോ 10ന്റെ ഫാക്ടേഴ്സ് ഏതാണ്? 2 × 5 × 1 ആണ്. ഇവിടെ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത് എന്തുവാ? 5 ആണ്. സോ അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. സോ അവിടുത്തെ HCF എത്രയാണ്? 5 ആണ്. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ നമ്പർ എന്ന് പറയുന്നത് വലിയ നമ്പറിന്റെ ഫാക്ടർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനാണെങ്കിൽ ആ ഫാക്ടർ ആയ ചെറിയ നമ്പർ ആയിരിക്കും അതിന്റെ HCF. നോട്ട് ചെയ്തോണം, HCF ഫാക്ടേഴ്സ് ആണ് HCFൽ വരുന്നത്. LCMൽ വരുന്നത് മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 3ഉം 6ഉം. ഇതേപോലെ തന്നെ 3ഉം 6ഉം നമ്മൾ എടുത്തു. 3ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3 ആണ്. ഈ പറയുന്ന 3, അതായത് ചെറിയ നമ്പറായ 3, 6 എന്ന് പറയുന്ന വലിയ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കുക. 6നെ നമുക്ക് 1 × 6 എന്ന് എഴുതാം. പിന്നെ ഉള്ളത് 2 × 3 ആണ്. കണ്ടോ, 2 × 3 ആണ് 6. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് 6ന്റെ ഏറ്റവും ചെറിയ, മീൻസ് ആ കിടക്കുന്ന നമ്പർ 3 അല്ലേ. അപ്പൊ 6ന്റെ ഒരു ഫാക്ടർ ആണ് 3. അപ്പം ഡെഫിനറ്റ്ലി ഇവിടുത്തെ HCF എത്രയാണ്? 3 ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ വേറൊരു ടൈപ്പ് നോക്കാം. അതായത് ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ഫാക്ടർ കിട്ടിയ ഒരു 2 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പം ചെയ്തത്. ഇനി നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ, അതായത് മൂന്നാമത്തത് 8ഉം 12. 8ഉം 12, 8 and 12. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടുത്തെ ചെറിയ നമ്പർ 8 ആണ്. ഇവിടുത്തെ ചെറിയ നമ്പർ 8 ആണ്. ഈ 8 എന്ന് പറയുന്നത് 12ന്റെ ഫാക്ടർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നോക്കിയേ, 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12ന്റെ ഫാക്ടേഴ്സ് വരുമ്പോൾ ഒന്ന് നമുക്ക് 1 × 12 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 4 × 3 അല്ലെങ്കിൽ 3 × 4 12 എന്ന് എഴുതാം. പിന്നെ 12 × 1 എഴുതാം. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഫാക്ടേഴ്സിൽ 8 ഉണ്ടോ? 8 ഇല്ല. കാരണം എന്താ? 12ന്റെ ഫാക്ടർ അല്ല 8, 12ന്റെ ഒരു ഘടകമല്ല 8. സോ അങ്ങനെ വരുന്ന കേസിൽ 8 ഇല്ലല്ലോ. ഇനി അടുത്ത കിടക്കുന്ന നമ്പർ നോക്കണം. അതിന്റെ താഴെ വരുന്ന 8 ഇല്ലാത്തത് കൊണ്ട് അതിന് തൊട്ടടുത്ത് വരുന്ന ഫാക്ടർ ഏതാന്ന് നോക്കുക. പിന്നെ ഉള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് താഴെ വരുന്ന ഒരു ഫാക്ടർ 4 ആണ്. 8 ഇല്ല, പക്ഷെ അതിന്റെ താഴെ വരുന്ന ഫാക്ടർ ഏതാണ്? 4 ആണ്. അപ്പൊ ആ 4 ആണ് എന്ത്? ഇങ്ങനത്തെ കേസിൽ, ഡയറക്റ്റ് ഫാക്ടേഴ്സ് വരാത്ത കേസിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ട് ഈ 8 ഇല്ല, പക്ഷെ 8ന് തൊട്ട് താഴെ വരുന്ന ഏതാണ്? 4 ആണ്. സോ ഇവിടുത്തെ HCF 4 ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് LCM HCF ഒരുമിച്ച് അങ്ങ് പഠിക്കണോ. കാരണം LCMല്
നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കും. പക്ഷേ HCFൽ ഒരു ഫാക്ടറിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തൊട്ട് താഴെ വരുന്ന ഫാക്ടർ ഏതാണോ അത് ഇതിനകത്ത് ഉണ്ടോ, 12ന്റെ ഫാക്ടറായിട്ട് പിന്നീട് അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത്, തൊട്ടടുത്ത് കിടക്കുന്ന ഫാക്ടർ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കും. മനസ്സിലായോ? അപ്പോൾ 4 ആണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 8നെ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കുക. 2 4 2 വന്നു, വീണ്ടും 2 വന്നു. അപ്പോൾ 8ന്റെ ഫാക്ടേഴ്സ് വരുമ്പോൾ 2 × 2 × 2. ഇനി നിങ്ങൾക്ക് 12 ഇവിടോട്ട് ഞാൻ എഴുതാം, നോക്കിക്കോണേ. 12ന്റെ വരുമ്പോൾ 2 6 2 3 3. ഒന്ന് എഴുതി നോക്കിക്കേ. ഇത് 8ന്റെ ആണ്, 12ന്റെ 2 × 2 × 3 × 1. ഇവിടെ 1 ഉണ്ട്. സോ ഇത് കോമൺ, ഇതും കോമൺ. കണ്ടോ? അപ്പോൾ ഈ 2ലും എന്താണ് കോമൺ ആയിട്ട് ഫാക്ടർ വരുന്നത്? മനസ്സിലായോ? കോമൺ ഫാക്ടർ ഏതാ അപ്പം വന്നത്? ഈ 2 2 കൊണ്ട് ഒരു 2 എടുത്തു. ഇവിടെ ഈ 2 2ൽ കോമൺ ആയിട്ട് ഒരു 2 എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഫാക്ടർ ഏതാണ് കോമൺ ആയിട്ട്? 4 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് 15ഉം 40യും. ഇച്ചിരി വലിയ നമ്പർ എടുത്ത് 50ഉം 40. ഇവിടെയും അതുപോലെ തന്നെയാണ്. നോക്കിക്കേ, 15ഉം 40 എടുത്തു. ഇവിടുത്തെ 15 എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നതിൻ്റെ വലിയ നമ്പറായിട്ടുള്ള 40യുടെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല, 40യുടെ ഫാക്ടർ അല്ല. കാരണം 50 നോക്കിയാൽ 40 എടുത്തു കഴിഞ്ഞാൽ 40 നമുക്ക് 1 × 40 എന്ന് എഴുതാം. പിന്നെ 2 × 20 എഴുതാം അല്ലേ? 1 × 40 40 ആണ്. 2 × 20 ഉണ്ട്. പിന്നെ നമുക്ക് 8 × 5 40 ആണ്. സോ ഇങ്ങനെ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. പക്ഷേ 15 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും 15 നമ്മൾക്ക് കിട്ടാത്ത പക്ഷം നമ്മൾ നോക്കും 40യുടെ ഫാക്ടേഴ്സ്. നമ്മളിങ്ങനെ 40 എഴുതിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ 40 ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡൗട്ടൊക്കെ വരാം. ഇങ്ങനെ ഒരു 40യുടെ ഒരു കേസൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമലി ഡൗട്ട് വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കി അല്ലേ? അപ്പം എന്താണ് 40 എന്ന് പറയുമ്പം 2 × 2 × 2 × 5 ആണ് 40 വന്നിരിക്കുന്നത്. ഓക്കെ, 8 × 5 എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇനി നമുക്ക് 15 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്താണ്, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി അതും കൂടെ ചെയ്യാം. 3 വെച്ച് എഴുതി, 5 ആണ്. സോ 5 ഇങ്ങനെ വന്നു. അപ്പോൾ 15 എന്താണ്? 15നെ നമ്മൾ 3 × 5 × 1 എന്ന് എഴുതി. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ആകെപ്പാടെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഏതാ കിടക്കുന്നത്? 5 ആണ്. 5 അല്ലേ ഇവിടുത്തെ ഫാക്ടേഴ്സ്. അപ്പം ഇവിടെ ഞാൻ എഴുതി വെച്ചത് ശരിയല്ലേ? 15 എന്ന് പറയുന്നത് ഇല്ല. പക്ഷെ 15ന് താഴെ വന്നിരിക്കുന്ന അടുത്ത ചെറിയൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? 5. സോ ഇവിടുത്തെ HCF എന്താണ്? ഫാക്ടേഴ്സ് ആണ്. അതായത് 15 എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഒരു ഫാക്ടർ, 15ന്റെ അടുത്ത ഒരു ഫാക്ടർ. 15 എന്ന് പറയുമ്പോൾ 3 × 5 ഉണ്ട് അല്ലേ? 2ൽ കോമൺ ആയിട്ട് ഒരു 5 ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു 5 ആയിരിക്കും അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് 12ഉം 30യും വരുന്നത്. ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് 12ലും 30ലും വരുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നു. 12ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല 12 എന്ന് പറയുന്നത്. 30 എന്ന് പറയുന്ന വലിയൊരു നമ്പർ എടുത്തു. 12 എന്ന് പറയുന്നത് ഒരിക്കലും 30യുടെ ഒരു ഫാക്ടർ അല്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഫാക്ടർ. നിങ്ങളത് ചെയ്യുന്ന അനുസരിച്ച് നല്ല സ്പീഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 12നെ നമ്മൾ എടുത്തെഴുതി, 1 × 12 എന്ന് എടുത്തെഴുതി. പിന്നീട് 2 × 6 എന്ന് എടുത്തെഴുതി. അപ്പോൾ 12ന്റെ തൊട്ടടുത്ത് വരുന്ന ഫാക്ടർ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി ഈ 6 ആയിരിക്കും അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ LCMഉം HCFും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മൾട്ടിപ്പിളും മറ്റേത് ഫാക്ടറുമാണ്. അതായത് ഒരു LCMന്റെ ടിപ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ് മുന്നോട്ടെടുത്ത് പോകുന്നുണ്ട്. അതുപോലെ HCF എന്ന് പറയുമ്പോൾ ചെറിയ നമ്പറിന്റെ ഫാക്ടേഴ്സ് കുറച്ചാണ് നമ്മൾ വരുന്നത്. അതാണ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നതും. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അത് നമ്മൾക്ക് പെട്ടെന്ന് കിക്ക് ചെയ്യും.
പെട്ടെന്ന് നമുക്കത് ക്ലിക്ക് ആവുകയും ചെയ്യും ആ ഒരു ട്രിക്ക് എന്താണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു HCF കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഇല്ലേ, ആ മെത്തേഡ് നമ്മൾ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക ആദ്യമൊക്കെ. പിന്നീട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The smallest whole number to be totally divided by 8, 16, 24 and 30 is. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8, 16, 24, 30 എന്നീ നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The smallest whole number to be totally divided by 8, 16, 24 and 30. ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ തന്നിരിക്കുന്ന 4 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. ഈ തന്നിരിക്കുന്ന 4 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. അപ്പൊ ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് നമ്മൾ ഈ LCM HCF ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചതെന്നുള്ളത്. അപ്പം അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട. സ്മോളസ്റ്റ് ഹോൾ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ചെക്ക് ചെയ്യുക 24, 30. അപ്പൊ എന്തുവാ, 30 ആണ് ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ. നമ്മളപ്പോ മൾട്ടിപ്പിൾസ് എടുത്ത് പോകുന്ന അനുസരിച്ച് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് വെച്ച് തന്നെ അങ്ങ് സോൾവ് ചെയ്യുക. 2 എടുക്കുക, 4, 8, 15 വന്നു. ഓക്കെ, 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾക്ക് ഒന്ന് 2 എടുക്കാം. 2 വന്നു, 4, 6, 15 അവിടെ തന്നെ ഇടുക. പിന്നെ നമ്മൾക്ക് ഒരു തവണയും കൂടി 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1, 2, 3, 15. ഇനി എന്താണ്, 3 കൊടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, 2 അതുപോലെ തന്നെ എഴുതുക. 1, 5 3s ആണ് 50. ഇനി നോക്കിയേ LCM നോക്കിയേ എത്രയാണെന്ന്. 2 into 2 into 2 into 3 into 2 into 5 എത്രയാണ് വരുന്നത്? 2 2s are 4, 4 2s are 8, 8 into 3 24, 24 into 10, 2 into 5 എത്രയാണ്? 10. 240 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ, 240 ആണ് ഇവിടുത്തെ ആൻസർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതിന്റെ LCM കണ്ടുപിടിക്കുക. അതായത് സ്മോളസ്റ്റ് ഹോൾ നമ്പർ ടു ബി ടോട്ടലി ഡിവൈഡഡ് ബൈ 8, 16, 24 and 30. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ 4 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതപ്പം ഈ 4 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. ഇനി ഓക്കെ, ഇത് നമ്മളുടെ അക്കാഡമിയിലെ ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കോഴ്സാണ്. ഇത് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് കേരള PSCയുടെ ഫൗണ്ടേഷൻ കോഴ്സാണ് വിദ്യാരംഭം 2. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 499 ആണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതിലെല്ലാം ഉണ്ട്. കമ്പനി ബോർഡ്, LGS, VFA ഉണ്ട്, LDC 2027 അപ്കമിങ് LDCയുടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പാക്കേജ് ആണ്. സെപ്റ്റംബർ 2025 തൊട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പം കണ്ടോ, ഹാപ്പി ഓണം പ്രമാണിച്ചിട്ടുള്ള ഒരു PSC ഫൗണ്ടേഷൻ കോഴ്സാണ്. സോ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് ബാക്ക് ടു ക്ലാസ്സസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചേ. ഇതൊരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. നോക്കിക്കേ, ദ HCF ഓഫ് 2 നമ്പേഴ്സ് ഈസ് 15 ആൻഡ് ദെയർ LCM ഈസ് 900. ഇഫ് വൺ ഓഫ് നമ്പർ ഈസ് 60 ദെൻ ദ അതർ ഈസ്. ശ്രദ്ധിക്കുക, 2 നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട്, അതിന്റെ LCM തന്നിട്ടുണ്ട്.
ഒരു നമ്പർ തന്നിട്ടുണ്ട്, അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരിക്കലും ചിലപ്പം ഡയറക്റ്റ് LCM HCF ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചതായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. LCM HCF ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി കണ്ടുവരുന്നത്. ഒന്ന് ചെക്ക് ചെയ്തേ. 2 നമ്പേഴ്സിൻ്റെ HCF തന്നിട്ടുണ്ട്, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉസാഗ 15. പിന്നെ പറഞ്ഞിട്ടുള്ളത് LCM ആണ്. LCM എന്ന് പറഞ്ഞാൽ 900. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. 1 നമ്പർ ഈസ് ഗിവൺ. എത്രയാണ്? 60. ഒരു നമ്പർ തന്നിട്ടുണ്ട് 60. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത നമ്പറാണ്. മീൻസ് 2 നമ്പറിന്റെ HCFും LCMും ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പം ഒരു നമ്പർ തന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ ഏതാണോ വരുന്നത് അതാണ് നമ്മൾക്ക് നോക്കേണ്ടത്. സെക്കൻഡ് നമ്പറാണ് നമ്മൾക്ക് നോക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. അതായത് LCMും HCFിൻ്റെയും മൾട്ടിപ്പിൾ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ LCM തന്നിട്ടുണ്ട്, എത്രയാണ്? 900. HCF തന്നിട്ടുണ്ട്, എത്രയാണ്? 15 ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 60 ആണ്, മറ്റേ നമ്പറിനെ നമുക്ക് ക്യാപിറ്റൽ N വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഇതെന്താണ്, നമ്മൾ ക്ലാസ് പണ്ടൊക്കെ ചെയ്യത്തില്ലേ, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് 900 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 60. ഇനി എന്താണ് സോൾവ് ചെയ്യുക? ഈ സീറോയും ക്യാൻസൽ ആക്കുക. ഇതിനെ രണ്ടിനെ നമ്മൾക്ക് 3യുടെ ടേബിളിൽ ക്യാൻസൽ ചെയ്യുക. 5 3s are 15, 2 3s are 6. ഇനി 90യും 2നെയും കട്ട് ചെയ്യാം. ഇവിടെ എത്രയാണ്? 45. സോ ഇവിടെ എത്ര വന്നു? 45 ഇൻറ്റു 5 ആണ്. ജസ്റ്റ് നോക്കിയേ, 45 ഇൻറ്റു 5, 5 5s are 25, 4 5s are 20, 225 ആണ് ഇവിടുത്തെ അതർ നമ്പർ. മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ HCFും LCMും ഒരു നമ്പരും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. LCM എത്രയാണ്? 900. HCF എത്രയാണ്? 15. ഒരു നമ്പർ തന്നിട്ടുണ്ട് 60. അനദർ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിനെ താഴെ കൊണ്ടുവന്നു ക്രോസ് ഡിവിഷൻ നടത്തി 900 ഇൻറ്റു 15 ബൈ 60. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാം ക്വസ്റ്റ്യൻ്റെ ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ദ LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ LCM HCF തന്നിട്ടുണ്ട്, 84ഉം 21ഉം റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡറിനാണ്. LCM ആണ് 84, HCF ആണ് 21. ഇനി 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ് 1:4. Then the larger of the 2 numbers. 2 നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് 2 നമ്പേഴ്സിലെ ലാർജർ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജർ നമ്പർ ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. 2 നമ്പേഴ്സിലെ ലാർജർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ നമുക്ക് കയ്യിലുള്ള ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. LCM എന്ന് പറയുന്നത് 84ഉം HCF എന്ന് പറയുന്നത് 21ഉം ഇതിൻ്റെ തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:4. അപ്പം നമ്മൾ പണ്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നേരത്ത് പഠിച്ചിട്ടുണ്ട്. ഈ റേഷ്യോ മാറാൻ വേണ്ടി, അതായത് 2 നമ്പേഴ്സിനെ നമ്മളൊരു അസംഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ് ഇട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അതായത് നമ്പേഴ്സിനെ നമുക്ക് 1x എന്നും പിന്നീട് എത്രയാണ് 4x എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 1xും 4xും റേഷ്യോ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു എക്സ് കൊടുത്തു. ഇനി ഈ 1xനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു എക്സ്. 4xനെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എക്സ്. ഓക്കെ, ഇപ്പൊ 2 നമ്പേഴ്സ് തന്നു, 1xും 4xും റേഷ്യോ ആയിരുന്നു. നമ്മൾ എക്സ് കൊടുത്തിട്ട് അതിനെ 2 നമ്പേഴ്സ് ആക്കി മാറ്റി, 1xും 4xും ആക്കി നമ്മൾ മാറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ഈ 2 നമ്പർ ഒന്ന് നമ്മൾ നോക്കി,
രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മളൊരു ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് എഴുതിയേക്കുന്നത്. 1 ഇൻറ്റു എക്സും ഈ എക്സിനൊരു വാല്യൂ ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എക്സിനൊരു വാല്യൂ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 1 ഇൻറ്റു എക്സും 4 ഇൻറ്റു എക്സും ആണല്ലോ. അപ്പം നോക്കി ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തപ്പം കൊള്ളാലോ, രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എക്സ്. അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾക്കറിയാം HCF എന്ന് പറഞ്ഞ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് HCF ആണല്ലോ. അത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ലേ 21 ആണെന്ന്. അപ്പൊ ഈ രണ്ടിടത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നതിന്റെ വില എന്താണ്? HCF ആണ്. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? 21. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് നമ്പേഴ്സ് എടുത്തൂടെ? ഒരു നമ്പർ എന്ന് പറയുന്നത് 1 ഇൻറ്റു എക്സ് 21ഉം അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 ഇൻറ്റു 21 ആണ്. എക്സ് കിട്ടി 84 ആണ്. സോ എന്താണ്? ഇതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ലോജിക്ക് യൂസ് ചെയ്താൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എത്രയാണ് ബിഗ് നമ്പർ? ഏതാണ്? 84 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, റേഷ്യോയും LCM HCF തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ അത്രയും വാസ്റ്റ് ആയിട്ട് എഴുതിയെന്ന് വെച്ചാൽ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. എന്താണ്? റേഷ്യോ മാറ്റാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സിലോട്ടൊന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാൻ എക്സ് ഇട്ട് കൊടുക്കുന്നു. 1x ഉം 4x ആണ്. സോ 1 ഇൻറ്റു എക്സും 4 ഇൻറ്റു എക്സ്. അപ്പൊ രണ്ട് നമ്പേഴ്സും കമ്പയർ ചെയ്തപ്പോൾ എക്സ് അവിടെ കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. സോ എക്സിന്റെ വില എത്രയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് 21 തന്നിട്ടുണ്ട്. സോ എക്സ് 21 കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സും കിട്ടി, 21 84. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലാർജർ നമ്പർ ആണ്. അപ്പൊ ലാർജർ നമ്പർ കിട്ടിയില്ലേ? 84. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മറ്റേ നേരത്തെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യന്റെ അതേ ലോജിക്ക് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. നോക്കിക്കോ, ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ HCF നമുക്ക് തന്നിട്ടുണ്ട് 10. നേരത്തെ ക്വസ്റ്റ്യനെ പോലെ തന്നെ വേറൊരു റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2:5 ആണല്ലോ. HCF എന്ന് പറയുന്നത് 10ഉം റേഷ്യോ 2:5. നേരത്തെ പോലെ തന്നെ നമ്മൾ നമ്പേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എക്സ് കൊടുക്കുന്നു. അതായത് 2x ഉം 5x. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിക്കേ. ഒരു നമ്പറിന്റെ ഫാക്ടർ 2 ഇൻറ്റു എക്സ്, അടുത്ത നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 5 ഇൻറ്റു എക്സ്. ഈ രണ്ട് നമ്പറിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ ആണ് എക്സ്. രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് HCF, കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ. ഈ ക്വസ്റ്റ്യനിൽ ലോജിക്കാണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനകത്തുണ്ട്. ദാറ്റ് ഈസ് 10. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് നമ്പേഴ്സ് എത്ര നമുക്ക് കിട്ടി? 2 ഇൻറ്റു 10 എന്ന് പറയുന്നത് 20, പിന്നെ 5 ഇൻറ്റു 10 എന്ന് പറയുന്നത് 50. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ്, അതായത് ടോട്ടൽ ആണ്. അപ്പൊ 50 പ്ലസ് 20 എത്രയാണ് വന്നിട്ടുള്ളത്? 70. ഓപ്ഷനിൽ 70 ഉണ്ടോ? യെസ്. കണ്ടോ, സിമ്പിൾ അല്ലേ? രണ്ട് റേഷ്യോയിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആക്കി മാറ്റുന്നു, എക്സ് ഇട്ട് കൊടുക്കുന്നു. രണ്ടിലും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ കോമൺ ആയിട്ട് കിടക്കുന്നത് എക്സ് ആണ്. സോ ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ലോജിക്കാണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 10 എടുത്തു, ഇപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. LCM ഉം HCF ഉം തന്നിട്ടുണ്ട്. LCM 90, HCF 16. ഇതില് ഒരു നമ്പർ തന്നിട്ടുണ്ട്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ്. 18 തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് സെക്കൻഡ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എടുത്ത് എഴുതിക്കുക. LCM എന്ന് പറഞ്ഞാൽ 90, HCF എന്ന് പറയുന്നത് 16 ആണ്. സോ ഒരു നമ്പർ തന്നിട്ടുണ്ട്, 1 നമ്പർ തന്നിട്ടുണ്ട്, അത് 18 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻസ് PSCയിൽ ഇരുന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്നും എഴുതി സമയം കളയരുത്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ നോട്ട് ചെയ്ത് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്.
ഈ PDT എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഷോർട്ട് ഫോം ആക്കി എഴുതിയതാ കേട്ടോ. ഇനി LCM എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 19. HCF എത്രയാണ് തന്നിട്ടുള്ളത്? 16. പിന്നെ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 18. സെക്കൻഡ് നമ്പറാ കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ ക്യാപിറ്റൽ N എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താണ് N കണ്ടുപിടിക്കണം? എത്രയാണ്? 90 × 16 ഡിവൈഡഡ് ബൈ 18. നമ്മൾ നോക്കിക്കേ, ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കുക. 18 × 5 ആണ് 90 അല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എങ്കിൽ ഒന്ന് ഇവിടെ എഴുതി നോക്കാം. 8 5 40 90 അല്ലേ? ഇനി നോക്കുക, 16 × 5 അതാണ് ആൻസർ വരുന്നത്. 16 × 5 കണ്ടോ? 80. സിമ്പിൾ അല്ലേ? കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് നല്ലതായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് കിട്ടുക. ഇതൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ്. ഇപ്പൊ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം. LCM × HCF is equal to product of two numbers. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഒരു വെറൈറ്റി സാധനം. നമ്മൾ നോർമലി ചില നോർമൽ ആയിട്ടുള്ള നമ്പേഴ്സ് വന്നപ്പോഴാണ് നമ്മൾ എന്ത് LCM ഉം HCF ഉം ഒക്കെ കണ്ടുപിടിച്ചല്ലേ. ഇനി ഇത് കണ്ടോ, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്, ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യകളാണ്. അതായത് 7/5, 14/10, 21/15. ഇതും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് LCM. ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ LCM എത്ര ആണെന്നുള്ളത് നോക്കിക്കേ. ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നോക്കാം, ഇത്തരത്തിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ LCM, ഭിന്നസംഖ്യകളുടെ LCM ചോദിച്ചാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ന്യൂമറേറ്റേഴ്സിന്റെ LCM. ന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവിഷന്റെ മുകളിൽ കിടക്കുന്ന സംഖ്യ, അതായത് ഇതിനാണ് ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അംശം ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ്, അതായത് ഛേദങ്ങൾ HCF. ഡിനോമിനേറ്റേഴ്സിന്റെ HCF കണ്ടോ? HCF-ഉം LCM-ഉം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതിന്റെ കാര്യം ഇതാണ്. രണ്ടും കൂടെ ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റേഴ്സിന്റെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ HCF. ഓക്കെ, ന്യൂമറേറ്റേഴ്സിന്റെ LCM ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ HCF. ഇനി ഒന്ന് നോക്കിയേ, ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 7, 14, 21. 21 ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മൾട്ടിപ്പിൾസ് കിട്ടണമെന്നില്ല. മൈൻഡിൽ ടെൻഷൻ കാരണം ചിലപ്പോൾ വരില്ല. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. മറ്റേത് സിമ്പിൾ ക്വസ്റ്റ്യൻസിനൊക്കെ എടുക്കുക. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതനുസരിച്ച് ചെയ്യുക. സോ പെട്ടെന്ന് നോക്കിക്കേ. സോ ഇവിടെ 1 ആണേ. 7 നോക്കി ഒന്നുകൂടെ എഴുതാം. 7, 14, 21. 7 കൊടുക്കുന്നു. 1, 2, 3. 7 2s are 14. 14 × 3 42 ആണ് ഇവിടുത്തെ LCM. നോക്കിക്കേ, ന്യൂമറേറ്റേഴ്സിന്റെ LCM എത്രയാണ്? 42. ഇനി ഡിനോമിനേറ്റേഴ്സിന്റെ HCF കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റേഴ്സിന്റെ HCF, ഡിനോമിനേറ്റേഴ്സ് ആരൊക്കെയാണ്? 5, 10, 15. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചോ, 1 × 5 ആണ് 5. ഓക്കെ, 2 × 5 ആണ് 10. 3 × 5 ആണ് 50. എങ്ങനെ പോയാലും ഈ 3 ആളുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? 5 ആണ്. സോ ഇതിന്റെ ആൻസർ എത്രയാ വരുന്നത്? 42/5 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, LCM-ഉം HCF-ഉം ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. രണ്ട് ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ചെയ്യണം. സോ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ്, ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഈ മുകളിൽ കിടക്കുന്നത് ന്യൂമറേറ്റേഴ്സ്. പിന്നെ താഴെ കിടക്കുന്ന ഈ സംഭവമാണ് ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് ന്യൂമറേറ്റേഴ്സിന്റെ LCM എടുക്കുക, ഡിനോമിനേറ്റേഴ്സിന്റെ HCF എടുക്കുക, രണ്ടും കൂടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തുവായിരുന്നു? രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ട് റേഷ്യോയും തന്നിട്ട് മറ്റ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ LCM ആണ്. കണ്ടോ, ഈ ഒരു ഇതിനകത്ത് കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വരാൻ സാധ്യതകളുള്ള കുറെ LCM-ഉം HCF-ന്റെ ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നെ
വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടെത്താനായിട്ട് പറ്റും. ഇതുവരെ ചെയ്ത എല്ലാം ആ ഒരു ടൈപ്പാണ്, പല ടൈപ്പുകളാണ്. LCM ഓഫ് 2 നമ്പേഴ്സ് ആണ് 120. 2 നമ്പേഴ്സിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ LCM ആണ് തന്നിരിക്കുന്നത്. LCM എത്രയാണ്? 120. പിന്നെ റേഷ്യോ എത്രയാണ്? 2:3. ഇവിടെ നമ്മൾ മറ്റേ സംഭവം തന്നെ യൂസ് ചെയ്യാം, 2x-ഉം 3x-ഉം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് LCM തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റേ HCF വെച്ചിട്ടുള്ള പോലെ കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. LCM മൾട്ടിപ്പിൾ അല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ LCM-നെ നമ്മൾ ഇങ്ങനെ എഴുതും. 2 നമ്പേഴ്സിൻ്റെ LCM-നെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, 2 × 3 × x. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും, 2 × 3 × x എന്ന് എഴുതും. ഈ പറഞ്ഞിരിക്കുന്ന 2 × 3 × x ആണ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 120 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 120 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് x കിട്ടും. x എത്രയാണ്? 120/6, അതായത് 20. x 20 കിട്ടി. മറ്റേത് HCF എന്ന് പറയുമ്പോൾ x ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ വരുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് അതിൽ പോകുന്നു. ഇവിടെ LCM ആയതുകൊണ്ട് മൾട്ടിപ്പിൾ അല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ LCM നമ്മൾ എഴുതുന്നത് 2 × 3 × x എന്നാണ് എഴുതുന്നത്. 2 × 3 × x. അത് ലോജിക്കാണ്, ആ ഒരു ട്രിക്കാണ്. ഇതൊന്നും നിങ്ങൾ വേറെ കുറേ അങ്ങ് ചിന്തിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ 2 റേഷ്യോ തന്നു. HCF ആണെങ്കിൽ ആ തന്നിരിക്കുന്ന HCF-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x-ൻ്റെ വാല്യൂ ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ LCM ആയതുകൊണ്ട് തന്നെ 2 × 3 × x. അത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ജസ്റ്റ് x-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സമ്മാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓൾറെഡി 2x ഉണ്ട്, ഒരു നമ്പർ 2x ആണ്. അപ്പോൾ 2 × 20 എന്ന് പറയുന്നത് 40യും പിന്നെ ഉള്ള വരുന്നതെന്ന് പറഞ്ഞാൽ 3 × 20 ആണ്, അതായത് 60. സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. സോ 60 + 40 എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിരിക്കുന്നത്. LCM ആണ് തന്നിരിക്കുന്നതെങ്കിൽ 2 നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതിയിട്ട് 2 × 3 × x, അതാണ് ആ ഒരു പാറ്റേൺ, അതിൻ്റെ LCM വരുന്നത്. HCF ആണെങ്കിൽ x ആണ് അവിടുത്തെ കോമൺ ഫാക്ടർ. എക്സിൻ്റെ HCF അല്ലേ വാല്യൂ, കോമൺ ഫാക്ടർ വരുന്നത്. അത് അപ്ലൈ ചെയ്ത് അങ്ങ് ചെയ്യുക. സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ജസ്റ്റ് മനസ്സിലാക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, ഇനിയും ഒരു ഫ്രാക്ഷണൽ നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോണം. ഫ്രാക്ഷൻ നമ്പർ എത്രയാണ്? 2/10, 3/6, 4/8. ഇവിടെയും അത് തന്നെയാണ്. ന്യൂമറേറ്റേഴ്സിൻ്റെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF ആണ്. ന്യൂമറേറ്റേഴ്സിൻ്റെ LCM ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF ആണ്. ചെറിയ നമ്പർ അല്ലേ മുകളിൽ കൊടുത്തിരിക്കുന്നത്, 2, 3, 4. എന്താണ്? ജസ്റ്റ് നമ്മൾ നോക്കുക. എന്താണ്? 1, 3, 2, 12 ആണ് വരുന്നത്. മറ്റേ രീതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? 4-ൻ്റെ 2 പറ്റും, 3 ഇല്ല. അടുത്ത മൾട്ടിപ്പിൾ എടുത്തു, 8-ന് 2 പറ്റും, 3 ഇല്ല. പക്ഷേ 12-ൽ പറ്റും. LCM എത്രയാണ് വരുന്നത്? 12 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF എടുത്തേ, 6, 8, 10. അപ്പം 6-നെ നമുക്ക് 2 × 3, 1 × 6 എന്ന് എഴുതാം. പിന്നെ 8-നെ 1 × 8, 2 × 4 എന്ന് എഴുതാം. 10-നെ 1 × 10-ഉം 2 × 5 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ, അത് 2 ആണ്. സോ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്? 12/2 ആണ്. ദാറ്റ് ഈസ് 6. നമ്മളുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 6. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഒരു കുറേ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ന്യൂമറേറ്ററിൻ്റെ LCM ഡിവൈഡഡ് ബൈ HCF, ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF, അത്രേ ഉള്ളൂ. അത് 2 LCM കണ്ടെത്താൻ അറിയാം, HCF കണ്ടുപിടിക്കാൻ അറിയാം. സോ അത് രണ്ടും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. അതാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ LCM വരുന്നത്. ഇനി നോക്കിയേ. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ, കുറച്ച് ലോജിക്കും ഒരു ആപ്ലിക്കേഷൻ ലെവലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ. 4 bells ring
സൈമൾട്ടേനിയസ്ലി അറ്റ് സ്റ്റാർട്ടിങ് 4 മണികളുണ്ട് തുടക്കത്തിൽ, അറ്റ് സ്റ്റാർട്ടിങ് സൈമൾട്ടേനിയസ്ലി റിംഗ് ചെയ്തു. ഒരേപോലെ സ്റ്റാർട്ടിങ്ങിൽ 4 ബെല്ലുകൾ ഒരുമിച്ച് അടിച്ചു. പിന്നീട് 4 ബെല്ലുകൾ 5, 10, 15 and 20 സെക്കൻഡ്സ് റെസ്പെക്റ്റീവ്ലി. 4 ബെല്ലുകളും 5 സെക്കൻഡ് കൂടുമ്പോഴും 10 സെക്കൻഡ് കൂടുമ്പോഴും 15 സെക്കൻഡിലും 20 സെക്കൻഡുകൾ കൂടുമ്പോഴും 4 ബെല്ലുകളും ഇടവിട്ട് ആ ഒരു ഇന്റർവെല്ല് അടിക്കാനായിട്ട് തുടങ്ങി, ബെല്ലുകൾ അടിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഹൗ മെനി ടൈംസ്, എത്ര പ്രാവശ്യം, എത്ര തവണ ഈ ബെല്ലുകളെല്ലാം കൂടി 2 മണിക്കൂറിനുള്ളിൽ അടിക്കും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ടൈംസ് ആണ്. എത്ര പ്രാവശ്യം ഈ ബെല്ലുകളെല്ലാം ഒരുമിച്ചടിക്കും? എത്ര സമയം തന്നിട്ടുണ്ട്? 2 മണിക്കൂറിനുള്ളിൽ ഈ 4 ബെല്ലുകൾ ഉണ്ടല്ലോ എത്ര തവണ അടിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രാവശ്യം ഈ 4 ബെല്ലുകളും ഒരുമിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 hours. അപ്പൊ ഇവിടെയാണ് നമ്മൾക്ക് LCMന്റെ വേറൊരു ആവശ്യം വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ റിങ് ചെയ്തിട്ടുണ്ട്, ഓരോ 5, 10, 15, 20 സെക്കൻഡുകളിൽ എന്താണ് ഈ ബെല്ലുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തവണ ഈ 2 മണിക്കൂറിനുള്ളിൽ ഈ ബെല്ലുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ LCM ആണ്. 5, 10, 15, 20 എന്തിന്റെ LCM ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5 2s are 10, 15 അതുപോലെ ഇട്ടു. ഇവിടെ നമ്മൾക്ക് 10 വന്നു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ 5 കൊടുത്ത് ചെയ്യാം. ഓക്കെ, 1, 1, 3, 2. ഇനി നോക്കുക, 2 into 5 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 2 കൊടുത്തു, 5 അതുപോലെ 5 2s are 10, 15 എഴുതി, 10 എഴുതി. ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 1, 1, പിന്നെ 3 into 5 15 ആണ്. 2 into 5 ആണ് 10 വരുന്നത്. ഇനി നമ്മൾ LCM എന്ന് പറയുമ്പോൾ 2 into 5 into 6 ആണ്, അതായത് 60 ആണ് LCM വരുന്നത്. മറ്റേ മെത്തേഡ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ 5, 10, 15, 20 നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു മെത്തേഡ് പഠിച്ചില്ലേ, ആ മെത്തേഡ് വെച്ച് ചെക്ക് ചെയ്താൽ ഏറ്റവും വലിയ നമ്പർ 20 ആണ്. 20യുടെ അടുത്ത മൾട്ടിപ്പിൾ 10ഉം 5ഉം അതിൻ്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 15ന്റെ മൾട്ടിപ്പിൾ അല്ല. 40 എടുത്തു, 5ഉം 10ഉം പറ്റും, പക്ഷെ 15ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അടുത്ത ഇതായ 60 എടുത്തു. 16 എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ ആണ്. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 60, 10ന്റെ മൾട്ടിപ്പിൾ ആണ് 60, 15ന്റെ മൾട്ടിപ്പിൾ ആണ് 60. ഓക്കെ, 15, 30, 45, 60 അല്ലേ 15ന്റെ മൾട്ടിപ്പിൾ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്ര പ്രാവശ്യം ഈ ഒരു മണി അടിച്ചിട്ടുണ്ട്, ബെല്ലുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 hours ആയതുകൊണ്ട് തന്നെ അവേഴ്സിലല്ലേ തന്നേക്കുന്നേ, അപ്പൊ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിലാണ് അടിച്ചിരിക്കുന്നത്. 2 മണിക്കൂറിൽ LCM എത്രയാണ് അടിച്ചിരിക്കുന്നത്? 60 സെക്കൻഡുകൾ ആയതുകൊണ്ട് തന്നെ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്. ഈ ഒരു 60 ക്യാൻസൽ ആയി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 120 ആണ് LCM കിട്ടുന്നത്. നമ്പർ ഓഫ് ടൈംസ് 120 വന്നു. പക്ഷേ 120 അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് 4 ബെല്ലുകളും സ്റ്റാർട്ടിങ്ങിൽ ഒരു തവണ ഒരുമിച്ച് അടിച്ചിട്ടുണ്ട്. 4 bells റിംഗ് സൈമൾട്ടേനിയസ്ലി അറ്റ് സ്റ്റാർട്ടിങ്. ഫസ്റ്റിലെ തന്നെ ഒരു തവണ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു തവണ അടിച്ച ആ ഒരു ടൈമും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ആൻസർ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 120 കൊടുത്തിട്ടുണ്ട്, 121 തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരേപോലെ 4 ബെല്ലുകളും സ്റ്റാർട്ടിങ്ങിൽ അടിച്ചിട്ടുണ്ട് അറ്റ് ആൻ ഇന്റർവെൽ ഓഫ്. പിന്നീടാണ് ഈ ഒരു സെക്കൻഡുകൾ വ്യത്യാസത്തിൽ അടിച്ചു വന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഓൾറെഡി ഫസ്റ്റില് സ്റ്റാർട്ടിങ്ങിൽ ഒരു തവണ ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം മറ്റേ നമ്മൾ HCF വെച്ച് LCM വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വന്നത്. ഇതെന്ന് പറയുന്നത് നോക്കിക്കേ, 3 pieces of square 143 meter, 78 meter, 117 meter long have to be divided into small pieces of same length. What is the greatest
പോസിബിൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. മറ്റേത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ടൈംസ് വെച്ചിട്ടായിരുന്നു. ഇവിടെ നമ്മളോട് ഗ്രേറ്റസ്റ്റ് പോസിബിൾ എന്ന് ഓർക്കുമ്പോഴേ വിചാരിച്ചോണം നമ്മൾക്ക് അവിടെ HCF ആണ് കണ്ടുപിടിക്കാനുള്ളതെന്ന്. മറ്റേടുത്ത് സ്മോളസ്റ്റ്, സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ LCM ആയിരുന്നു കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ഫസ്റ്റ് ലെങ്ത് എത്രയാ തന്നിട്ടുള്ളത്? 143 മീറ്റർ, 143 മീറ്റർ. സെക്കൻഡ് ലെങ്ത് 3 കയറുകളാണ്, 78 മീറ്റർ. പിന്നെ മൂന്നാമത്തെ ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റർ. ഈ 3 എണ്ണത്തിനെ നമുക്ക് ഒരേ ലെങ്ത് ഉള്ള ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം, ഒന്ന് മുറിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ 3 എണ്ണത്തിന്റെയും HCF കണ്ടുപിടിച്ചാൽ മതി. 3 എണ്ണത്തിന്റെയും HCF കണ്ടുപിടിച്ചാൽ മതി. കണ്ടോ, ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണ്, നമ്മൾക്ക് പേടിയൊക്കെ തോന്നുമെങ്കിലും ജസ്റ്റ് എന്താണ്, ആ 3 എണ്ണത്തിന്റെയും HCF കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. 143 ഒന്ന് ഫാക്ടറൈസ് ചെയ്യൂ. 143 ഇനി കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ 11 ആണ് കേട്ടോ. 11 ഇൻറ്റു 13 ആണ്. 1 3s are 3, 33 കണ്ടോ, 13 ആണ് വരുന്നത്. ഇനി അടുത്ത 78നെ ഫാക്ടറൈസ് ചെയ്താലും 2 കൊടുത്താൽ 39 ആണ്, 3 കൊടുത്താൽ 13. ഓക്കെ, പിന്നെ ഉള്ളതാരാ? 117. അതിനെ നമ്മൾ 3ൽ ചെയ്യാൻ പറ്റും. 3ൽ ചെയ്യുമ്പോൾ 39 വരും. 3 ആണ് 13 1. ഓക്കെ, അപ്പൊ 3 എണ്ണത്തിന്റെ 143 നമുക്ക് എങ്ങനെ എഴുതാം? 11 ഇൻറ്റു 13. 78നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 13. പിന്നെ 117 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 13. നോക്കിക്കേ, 3 എണ്ണത്തിലും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 13 ആണ്. സോ ഏറ്റവും ഓരോ പീസിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് എന്ന് പറയുന്നത് 13 മീറ്റർ ആണ്. അതായത് 3 ലെങ്തുകളുടെയും തന്നിരിക്കുന്ന 3 ലെങ്തുകളുടെയും HCF കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഇതെന്ത് കിട്ടും? ഈ പറഞ്ഞിട്ടുള്ള ഓരോ പീസിന്റെയും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ലെങ്ത് നമുക്ക് കിട്ടും. അതായത് 13 മീറ്റർ എന്നുള്ള ലെങ്ത് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു സെക്ഷനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നോർമലി LCMലും HCFലും ഒക്കെ കണ്ടുവരുന്ന കുറേ ക്വസ്റ്റ്യൻസിന്റെ ഒരു PPT തന്നെയാണ്, ഒരു സെക്ഷൻ തന്നെയാണ് ഇത്. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മളുടെ ആപ്പിൽ ലഭ്യമാണ്. സോ ഇതൊക്കെയാണ് നോർമലി കാണുന്നത്. സോ ഇനി വേറൊരു സെക്ഷനിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ഇടുക. പിന്നെ ഇതൊക്കെയാണ് നോർമലി കണ്ടുവരുന്ന കുറേ ക്വസ്റ്റ്യൻസ്. നോർമലി എന്നല്ല, പൊതുവേ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. LCM HCFും നന്നായിട്ട് അതിൻ്റെ ആ ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. തറോ പ്രാക്ടീസ്, എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുന്നു അത്രയും നിങ്ങളുടെ സ്പീഡും ആ ക്വസ്റ്റ്യൻസും നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു ഇതാണ്, ലോജിക്കാണ് വർദ്ധിക്കുന്നത്. ചെയ്യുന്ന അനുസരിച്ച് പെട്ടെന്ന് ഈ ഓരോ ക്വസ്റ്റ്യൻസിൽ ഒളിഞ്ഞിരിക്കുന്ന ലോജിക്ക് എന്താണ് എന്നുള്ളത് പിടികിട്ടും. അപ്പോൾ തറോ പ്രാക്ടീസ് ആണ് വേണ്ടുന്നത്. പിന്നെ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. മാക്സിമം PYQ സെക്ഷൻസ് ഒക്കെ, ഇതിൽ തന്നെ വരുന്ന PYQ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ്, ആപ്പിലുള്ള ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. മാക്സിമം മാർക്ക് ഓരോ മാത്സിൻ്റെ സെക്ഷനിൽ നിന്നും സ്കോർ ചെയ്യുക, എല്ലാ സെക്ഷനിൽ നിന്നും സ്കോർ ചെയ്യുക. തറോ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത്. പിന്നീട് ഇവിടുത്തെ ഫാൽക്കൺസിന് തന്നെ ഓൾറെഡി ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഫൗണ്ടേഷൻ ബാച്ച് വിദ്യാരംഭം 2.0 സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ബ്രഹ്മാസ്ത്ര 2.0. അതായത് ഡിഗ്രി മെയിൻസ് ആണ്, കംപ്ലീറ്റ് GK ബൂസ്റ്റർ ആണ് കേട്ടോ, കംപ്ലീറ്റ് GK ബൂസ്റ്റർ ആണ്. അതിനും നിങ്ങൾ ഫാൽക്കൺസ് PSCയിൽ ജോയിൻ ചെയ്യുക. 299 മാത്രമാണ് കണ്ടോ. 299 എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിലാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. വളരെ അഫോർഡബിൾ ഫീ ആണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടോ,
10th ലെവൽ പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സാണ്. അത് നോക്കി 199 അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ എന്തൊക്കെയാണ് അതിൽ വന്ന് അറ്റൻഡർ ഗ്രേഡ് 2 ഉണ്ട്, സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, സ്റ്റോർ കീപ്പർ. നല്ല കോഴ്സുകളാണ്. സ്പെഷ്യൽ ഓഫറാണ്. ക്രാഷ് കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 199 അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ കോഴ്സുകളെല്ലാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആപ്പിലും ലഭ്യമാണ്. സോ മാക്സിമം ഈ ഒരു അവസരങ്ങളൊക്കെ ഫാൽക്കണെക്സ് അക്കാഡമിയുടെ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അപ്പം ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ ഒരു 12 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തു. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ LCM HCF ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്സ് ആയിരുന്നു. കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആപ്പിലുണ്ട്. പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് വർക്കൗട്ട് ചെയ്യുക. നമ്പേഴ്സ് ഒക്കെ മാറ്റിയൊക്കെ നോക്കി ഈ ഒരു പാറ്റേണിലെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ ഇന്നത്തെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ഓണം ഫോർ ഓൾ. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.